ഹായ്, നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് ഒരു പാർക്കിൽ ബോർഡ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അഡ്വഞ്ചർ പാർക്ക്. നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലേ ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കൊല്ലം അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളിന്ന് കൊല്ലം ഫുള്ള് നിങ്ങളെ മുന്നിലെത്തിക്കും. ഈ ഒരു 2-3 എപ്പിസോഡായിട്ട് കൊല്ലത്തെ കുറച്ച് കാഴ്ചകൾ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഏതൊക്കെ നല്ല കിടിലം സ്ഥലങ്ങളുണ്ടോ എല്ലാം നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബാ. ഇന്നിപ്പം തിരക്ക് കുറവായതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉള്ളു ഇവിടെ കളിക്കാൻ. ഇതാര് അപ്പം നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറുമ്പം ഫസ്റ്റ് തന്നെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ഊഞ്ഞാലുകളും കാര്യങ്ങളിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തികച്ചും ഇത് കായലിൻ്റെ സൈഡിൽ ആ സീനറിയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നൊരു പ്ലേസാണ് നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്ക്. കണ്ടില്ലേ, അവിടെ ഒരു റോഡ് ഇപ്പം പുതിയതായിട്ട് സെറ്റായിട്ടുണ്ട്. ഈ കായലിനെ ക്രോസ് ചെയ്ത് അങ്ങേ അറ്റത്ത് പോകും. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് നിന്നൊക്കെ കാണിച്ചു തരാം. ഊരിയ അതൊക്കെ തിരിച്ച് ഒരു 4 പേർക്ക് ഒരുമിച്ചിരുന്ന് നല്ല രീതിക്ക് ആടാം. ഇഷ്ടപ്പെട്ട ഇതൊക്കെ ആ ഒരു ബോട്ട് പോകുന്നുണ്ടോ? അത് ഇവിടെ നിന്ന് സാമ്പ്രാണിക്കൂടി പോകുന്ന ഒരു ബോട്ടാണ്. ഇവിടെ KSRTCയുടെ അവിടെ നിന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. വെഡ്ഡിങ് പ്ലാനറ്റ് എന്നും പറഞ്ഞൊരു സാധനം കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ കയറി പിടിച്ച് തൂങ്ങുന്ന സാധനം. ഇവിടെ തൊട്ട് അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ അഡ്വഞ്ചർ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ ഒരു സ്പീഡ് ബോട്ടിൽ ആരൊക്കെയോ പോകുന്നുണ്ട്. കണ്ടോ, സ്പീഡ് ബോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പാലം കണ്ടില്ലേ, അങ്ങൂരെ പോയിട്ടുണ്ട്. നല്ല നീളമുള്ള പാലം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ സംഭവത്തിലോട്ടൊക്കെ പിള്ളേരെ കളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് കയറ്റാനായിട്ട്. 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. ചരിച്ചു വെച്ചേ വീഡിയോഗ്രാഫർ. ഇവിടെ ഞാൻ മോൻ്റെ ഫോട്ടോ എടുക്കാം, മോൻ അച്ഛൻ്റെ ഫോട്ടോ എടുക്കും. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ എൻഡിങ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ആ പാർക്ക്, അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തുക. അവിടം വരെ ഉള്ളു സംഭവം. അവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. പിന്നെ കൂടുതലായിട്ടും കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസ് അവിടെ ഉള്ളത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 50 രൂപ വെച്ച് ടിക്കറ്റ് എടുത്ത് വേണം അതിൻ്റെ അകത്ത് കയറാനായിട്ടുള്ളത്. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കുട്ടികൾക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറാനുള്ളത്. പിന്നെ അല്ലാതെ നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ജിം, ഓപ്പൺ ജിം കണക്ക് ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ അഡ്വഞ്ചറായിട്ടൊരു കയറ് കെട്ടി ഒരു സംഭവമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇപ്പം പൊട്ടിയൊക്കെ കിടക്കുവാണ്. അവിടെ പൊട്ടി കിടക്കുന്നതുകൊണ്ട് ഇപ്പം അതിൻ്റെ മണ്ടയിലൊന്നും ആരും പിടിച്ച് കയറാറില്ല. പിന്നെ ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തുവാണെന്നുള്ളത് ഞാനൊരു അങ്ങോട്ട് പോയിട്ട് ആ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ പറയാം. ബാ. കണ്ട, ഈ ടയറിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് തൂങ്ങി മണ്ടയിലോട്ട് കയറാം. ഇത് ഈ കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് പിടിച്ച് കയറി പോകാൻ പറ്റും. വർക്കൗട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത് വിയർക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ മണ്ടയിൽ പോകാത്ത. അല്ലെങ്കിൽ ഞാൻ മണ്ടയിൽ പോയി കാണിച്ചു തന്നെ. പിന്നെ അപ്പുറത്ത് ഒരു കയറിൻ്റെ ഒരു സംഭവമുണ്ട്. കയറിട്ട് ഇങ്ങനെ പിടിച്ച് മുകളിൽ കയറണം. പിന്നെ മാത്രമല്ല ഈ ഒരു സ്പോട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പം പറഞ്ഞുതരാം. നമ്മൾ മനുവങ്കിൾ സിനിമയിൽ, ആ ഒരു മൂവിയിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മുടെ മലയാള സിനിമ കണ്ട ഏറ്റവും കിടിലം ഒരു ഗസ്റ്റ് റോൾ ചെയ്ത ഒരു കഥാപാത്രം. അതായത് നമ്മുടെ സുരേഷ് ഗോപി വന്നിറങ്ങിയ ആ കായൽ തീരമെന്നാണ്. അവിടെ ബോട്ട് വന്നിറങ്ങി അവിടെ നിന്നാണ് ഇവിടെ വന്ന് മിന്നൽ പ്രതാപൻ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഒരു ക്യാരക്ടർ പൂണ്ട് വിളയാടിയ ആ ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഈ മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതന്ന് കൊല്ലത്ത് ഷൂട്ടിങ് നടന്നപ്പം അത് സുരേഷ് ഗോപി അല്ലായിരുന്നു ആ ഒരു
കഥാപാത്രം. സത്യം പറഞ്ഞാൽ അത് ജഗതിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു റോളായിരുന്നു അത്. അപ്പം അന്ന് യാദൃശ്യമായിട്ട് ജഗതിക്ക് വരാൻ പറ്റാതെ ആവുകയും സുരേഷ് ഗോപി അന്ന് സാധാരണ ഇവിടെ കൊല്ലത്ത് ലൊക്കേഷൻ ആയതുകൊണ്ട് ഇവർക്ക് ഈ ഫുഡൊക്കെ വീട്ടിൽ നിന്നൊക്കെ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ഇവർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഒരു സന്തോഷം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് നടക്കുമല്ലേ. അപ്പം അങ്ങനെ യാദൃശ്ചികമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി ഈ ഒരു ക്യാരക്ടറിലേക്ക് വരികയായിരുന്നു. ആ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത്, കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് എടുത്തൊരു റോളായിരുന്നു. പക്ഷേ അത് അതിഗംഭീര റോളായിട്ട് മാറി. ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു റോളായിട്ട് മാറി മനുവങ്കിൾ എന്ന സിനിമയിലെ മിന്നൽ പ്രതാപൻ. ഇവിടെ കണ്ട ടാർജറ്റ് ഷൂട്ട് വെടിവെക്കുന്നതിന് 80 രൂപ, അതിൻ്റെ അമ്പും ഉണ്ട്. കണ്ട ഈ ഒരു സംഭവം കറക്റ്റായിട്ട് അതിൽ കൊള്ളിക്കണം. അപ്പം അതും സംഭവം ഇല്ലാണ്ട് എയർ ഗണ്ണുണ്ട്. ടാർജറ്റിന് എയർ ഗണ്ണ് ബലൂൺ കിട്ടിയിട്ടുണ്ട്, അത് പൊട്ടിക്കണം. എയർ ഗണ്ണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കേട്ടോ, സംഭവം തോക്കൊക്കെ ഉണ്ട്. വെടിവെക്കാം നമുക്ക് ഇവിടെ വന്ന്. നല്ല കാറ്റ് കേട്ടാ ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പം ഇതിൻ്റെ വേറൊരു അറ്റത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സൈഡിൽ ചെന്നിരിക്കുമ്പോഴും നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല തണലും തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, റിലാക്സ് ചെയ്യാൻ. കൊല്ലത്തൊക്കെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സുഖമായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കയറിയപ്പം ടിക്കറ്റ് ചാർജ് പറഞ്ഞിട്ടില്ലായിരുന്നു. 24 രൂപയാണ് ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് വരുന്നത് 18 രൂപ, അത് 5 വയസ്സിന് മുകളിലോട്ടുള്ള. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റും കാര്യങ്ങളും. പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് ബോട്ടിലും അതിലൊക്കെ കയറാനായിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ വരുന്നവർ കുറച്ച് വെള്ളവും കൂടി കൊണ്ടുവരണം. ഇവിടെ വെള്ളം പുറത്തേ ഉള്ളൂ, അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാം സുഖമായിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വന്നപ്പം തന്നെ ഒരുപാട് ഇത് ഷൂട്ടിങ്ങുമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, പല പല വ്ളോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഇങ്ങനെ 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 ഇട്ട് നട്ടാണ്. ഇത് കുറച്ചുകൂടെ സ്പീഡിൽ പോകും. പക്ഷേ എൻ്റെ ഈ ചെരുപ്പായതുകൊണ്ട് എനിക്ക് ചിലപ്പം ബാലൻസ് കിട്ടത്തില്ല. കണ്ടില്ലേ, ഇതാദ്യം ഇത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉറുമ്പ് എവിടെ നിന്ന് വന്നു. ഇത് എവിടെ നിന്ന് വന്നു കണ്ടില്ലേ. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ അവിടെ വേറൊരാൾ അഡ്വഞ്ചറായിട്ട് വേറൊരു സംഭവത്തിൽ കയറുന്നു. ഇത് കൊള്ളാമല്ലേ സംഭവം ഇത്. പക്ഷേ ഒരെണ്ണം ഇങ്ങനെയാണ് യഥാർത്ഥ ഇത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളത്. വാ നമുക്ക് നെക്സ്റ്റ് ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാം. തുരുമ്പെടുത്തുകൊണ്ടാണ് ഒരു സൗണ്ട്, കണ്ടില്ലേ. ഇത് നമ്മുടെ ഈ അരവണ്ണമൊക്കെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ അവർ ചെയ്യുന്ന എക്സസൈസ്, ഓർമ്മയില്ലേ, വയറൊക്കെ കുറയാൻ വേണ്ടി സൂമ്പ. ഓ ഇതോ ഇല്ല, മറ്റേ നമ്മൾ നേരത്തെ കണ്ട കണക്ക് ഇങ്ങനെ കാല് ഇങ്ങനെ ഇട്ട് ഇതിലാക്കുന്നത്. ഇവിടെ ഈ കാലും കൈയിട്ട് കറക്കുന്നേ ഉള്ളൂ. അവിടെയും കുറച്ച് ഐറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇതറിയാം, ഇതിൽ ജിംനാസ്റ്റിക് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന സംഭവം അറിയാമോ. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാടി നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് പോകണം. ഈ വാച്ചൊക്കെ കിട്ടിയോണ്ട് ഞാൻ ചെയ്യുന്നില്ല. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുമായിരുന്നു തൃശ്ശൂർ ഗ്രൗണ്ടിലൊക്കെ. അയ്യോ, ഓ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അടിപൊളി കേട്ടോ. ആ കായലും എല്ലാമായിട്ട് വെച്ചിട്ടുണ്ട്. ബുദ്ധ പ്രതിമ. പിന്നെ വണ്ടയിലൊക്കെ നമുക്ക് വലിങ്ങി കയറാം, പ്രാക്ടീസൊക്കെ ചെയ്യാം അഡ്വഞ്ചറായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഓടാൻ പറ്റും കേട്ടോ. അതാണ് സംഭവം. പിള്ളേരൊക്കെ അതിൽ കയറി കളി തുടങ്ങി. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ്.
അതിങ്ങനെ വെള്ളം നിറച്ചിട്ട് പിള്ളേർക്ക് ചെറിയ പൂള് കണക്ക് സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ വർക്കിംഗ് അല്ല, അഴുക്ക വെള്ളം കിടക്കുന്നത് ഉണ്ടല്ലേ. സ്റ്റോറി ടെല്ലർ, ഇതാണ് സംഭവം. ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, സ്റ്റോറി ടെല്ലർ. ഒപ്റ്റിക് വേൾഡ് കൊല്ലം, ഇതാണ് സംഭവം. കണ്ടില്ലേ, ഇത് കണ്ട അടിപൊളി. ആ ഒരു സംഭവം കണ്ട, സ്റ്റെപ്പ് ആയിരിക്കുന്ന അതിൻ്റെ ഹൈറ്റ് കണ്ട, മുകളിൽ നിന്ന് പൊക്കം കൂടി കുറഞ്ഞ് ഒരു രീതി വന്ന് ഇടത്തോട്ട് പിന്നെയും കൂടി പോകും. ഈ ഒരു പ്ലേസ് കണ്ട, ഇവിടെ നിന്നാണ് ബോട്ടിലൊക്കെ കയറി പോകുന്നത്. അതിന് പ്രത്യേകം ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. നമ്മൾ നേരത്തെ ആദ്യം കണ്ട ഒരു സ്പോട്ടിൽ നിന്ന്. നമ്മൾ ഇവിടുത്തെ ഏറെക്കുറെ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ബോട്ട് കിടക്കുന്നുണ്ട്, ഇത് ഒതുക്കിയിട്ടിരിക്കുമോ. ഇത് കണക്ക് റൈഡിനൊക്കെ പോകുന്ന ഒരു ബോട്ടാണത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറി ഇങ്ങനെ വന്നിരിക്കാം, കായലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. വാ ഇവിടെ ഇരി. അപ്പം ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, കൊല്ലത്തെ കാഴ്ചകൾ ഇനിയുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇനി മുട്ടറ ഹിൽസിലോട്ടൊക്കെ ഒന്ന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ വീഡിയോ കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ എന്തുവാണ് ആയിരവല്ലി പാറയുടെ വീഡിയോ കണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തുവാടി ഇത്, ഇനി താഴോട്ടിറങ്ങും. ചുമ്മാ കയറണ്ട ഇയാള്, പട്ടി അങ്ങ് പോയി. അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്ലേസിലൊക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക തണുത്ത കാറ്റുണ്ട്, നമുക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്.